കൂട്ടത്തിലൊരാൾ രാഷ്ട്രീയത്തിൽ വന്ന് എം.എൽ.എയും പിന്നെ മന്ത്രിയുമൊക്കെ ആയാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? തീരെ സഹിക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിലെ മലയാളി മാപ്രകൾ നേരിടുന്ന പ്രശ്നം. വീണ ജോർജ്, കൂടെ ജോലി ചെയ്ത ഒരു ജേർണലിസ്റ്റ്, ന്യൂസ് അവതാരക, അവർ എങ്ങനെയോ എം.എൽ.എ ആയിപ്പോയി. ആറന്മുള എം.എൽ.എ 2016 ജയിച്ചും പോയി. കിടക്കുന്ന 2021 വീണ്ടും ജയിച്ചു. മന്ത്രിയുമായി, പ്രധാനപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയുമായി. എങ്ങനെ ഞങ്ങളിതൊക്കെ സഹിക്കും? നിങ്ങൾക്കിതൊക്കെ പറയാം, ഞങ്ങളിത് സഹിക്കത്തില്ല. ചൊറിയണം, ഞങ്ങൾ വീണയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ല, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ നീക്കങ്ങളെയും, പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, ഒട്ടേറെ വാർത്തകൾ ഉണ്ടാക്കാവുന്ന വകുപ്പ്, അവരങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ, തുമ്മിയോ, അല്ലെ അവർക്ക് എന്ത് പറ്റി, അത് പറ്റി, ഇത് പറ്റി, ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏറ്റവും ഒടുവിലാണ് അവരുടെ ഈ നിയമസഭാ സമ്മേളനം നടക്കാനിടയ്ക്കുള്ള ദില്ലി യാത്ര. ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ പോകുന്നു എന്നൊരു വിഭാഗം. അതല്ല, ക്യൂബൻ അംബാസഡറുമായി ഡിന്നറിലാണ് പോയെന്ന് വേറൊരു വിഭാഗം. എല്ലാം മാപ്രകൾ പറയുന്നതാണ്. എന്തിനാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക് പോയത്? പിന്നാലെ വളഞ്ഞ് കുത്തി ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. റിപ്പോർട്ടിങ്, പിന്നെ അന്തി ചർച്ച, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ എന്തിനാണ് വീണ ജോർജ് സ്പീക്കറുടെ അനുമതിയോടെ ദില്ലിയിലേക്ക് പോയത് എന്നുള്ളത്, അതിൻ്റെ വസ്തുതകളൊക്കെ ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാലും മാപ്രകൾക്ക് ഇരിക്കപ്പെടുത്തിയില്ല. പിന്നെ ഇപ്പോൾ ആഘോഷിക്കുന്നത് വീണ ജോർജ് മന്ത്രി ദില്ലിയിൽ ചെന്നിട്ടും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയില്ല. അത് തിരിച്ചടിയായി പോയി. അവസരം ഇല്ലാതാക്കാൻ, കൂടിക്കാഴ്ച നടക്കാതിരിക്കാൻ അണിയറയിൽ പണിതിട്ടാണ് പുറത്തു വന്നിട്ട് അടുത്ത ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. മന്ത്രി വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ സാധിച്ചില്ല. ഉടനെ കോലുമായിട്ട് ചെന്നു ഡൽഹിയിൽ. അവരുടെ നേർക്ക്, നമ്മുടെ മാപ്രകളുടെ കോലുമായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞെന്താണ്, JP നദ്ദ ആരോഗ്യമന്ത്രി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് തിരക്കിലായിരിക്കാം, ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, കാണാൻ സമയം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇനി കിട്ടിയില്ലെങ്കിൽ മന്ത്രിക്ക് തിരക്കാണെങ്കിൽ ഞങ്ങളൊരു റെപ്രസെൻറ്റേഷൻ ആരോഗ്യവകുപ്പിൽ കൊടുത്തിട്ടേക്ക് പോരും, ഒരവസരം ചോദിച്ചുകൊണ്ട്. എത്ര മാന്യമായിട്ടാണ് വീണ ജോർജ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോഴും വായിലോട്ട് കോലിട്ടിട്ട് പിന്നെ ഇളക്കാൻ നോക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, വസ്തുതകൾ അന്വേഷിക്കുന്നതാണ് മാധ്യമപ്രവർത്തനം, അതാണോ ചെയ്യുന്നത്? എന്താണ് കാര്യം? എന്തിനാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിൽ പോകുമ്പോൾ ക്യൂബൻ ഡെലിഗേഷനെ കാണുന്നത്? ക്യൂബൻ അംബാസഡറുമായിട്ട് ഡിന്നർ കഴിക്കാനല്ല പോയത്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഡിന്നർ വെക്കുമായിരിക്കും, അത് വേറെ കാര്യം. 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ച സംഘത്തിലെ ഒരംഗമായിരുന്നു മന്ത്രി വീണ ജോർജ്. ഒപ്പം ധനമന്ത്രി KN ബാലഗോപാലും ഉണ്ടായിരുന്നു. അവിടെ ക്യൂബൻ സർക്കാരുമായിട്ട് നടന്ന ചർച്ചയിൽ ക്യൂബ മരുന്ന് ഗവേഷണത്തിൽ വളരെ മുന്നോട്ട് പോയ ഒരു രാജ്യമാണ് ക്യൂബ. കൂടുതകാലത്ത് അറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇറ്റലിയിലും സ്പെയിനിലുമൊക്കെ നമ്മൾ കണ്ടതാണ്, ക്യൂബൻ ആരോഗ്യ പ്രവർത്തകർ അവിടെ ചെന്നിട്ട് നിർഭയമായിട്ട് അവിടെ മെഡിക്കൽ ആരോഗ്യ സേവനം നടത്തിയ വാർത്തകൾ ലോകം മുഴുവൻ പ്രചരിച്ച ഓർമ്മയുണ്ട്. കോവിഡ് കാലത്ത് ക്യൂബ ചെയ്ത ഒരു സംഭാവന. അപ്പം മെഡിക്കൽ രംഗത്ത് ക്യൂബ പല പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളിൽ കേരളമായിട്ട് സഹകരിക്കാമെന്ന് ക്യൂബ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ത്യയിലെത്തുന്ന ഡെലിഗേഷൻ സംഘവുമായിട്ട് ചർച്ച നടത്താൻ കൂടിയാണ് വീണ ജോർജ് മന്ത്രി എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോയത്. അതായത് 4 മേഖലകളിൽ, പ്രധാനമായിട്ടും ക്യാൻസർ ചികിത്സ, അതേപോലെ ഡെങ്കി, അതിനുള്ള പുതിയ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ ഡയബറ്റിക് ഫുഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡയബറ്റിക് ഫുഡിൻ്റെ പുതിയ ഗവേഷണങ്ങൾ, പിന്നെ അതുപോലെ മറവി രോഗം, അൽഷിമേഴ്സിൻ്റെ, ഇങ്ങനെ 4 മേഖലകളിൽ ക്യൂബ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാനും അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ എങ്ങനെ ഇപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖല മികച്ചതാണ്, അത് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ചർച്ചകളാണ് അവിടെ നടക്കുക. പിന്നെ ആരോഗ്യമന്ത്രിയെ JP നദ്ദയെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. അവിടെ ആശാവർക്കർമാരുടെ കാര്യം ചർച്ച ചെയ്യും, സംശയമില്ല. 6 മാസം മുമ്പ് വീണ ജോർജ് മന്ത്രി ദില്ലി പോയപ്പോൾ അന്ന് തന്നെ JP നദ്ദയെ കണ്ടിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്ന് അവർ പറഞ്ഞ യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട്. അന്ന് സമരമൊന്നും നടന്നിട്ടില്ലല്ലോ, അത് അവർ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നാമ്പുറത്തു നിന്നറിയുന്നത് JP നദ്ദയെ ഇപ്പോൾ വീണ ജോർജ് കണ്ടാൽ അത് LDF ഒരു അഡ്വാൻറ്റേജ് ആവും സർക്കാരിന്, പിണറായി സർക്കാരിന്. അതുകൊണ്ട് അത് നടക്കരുത്. വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പാടില്ല. ആ കൂടിക്കാഴ്ച തൽക്കാലം നടക്കരുത്. വേണേ പിന്നെ കണ്ടോളൂ. ഒരു ചാനൽ ഉടമയും BJP ബന്ധമുള്ള ഒരു ചാനൽ ഉടമയും ആ ചാനലിൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന ഒത്താശ ചെയ്യുന്ന കുറെ ദില്ലിയിലെ മലയാളി മാപ്രകളും പിന്നെ കേരളത്തിലെ ചില BJP നേതാക്കളും കൂടെ പാരപെടുന്നിട്ടാണ് JP നദ്ദയുമായിട്ടുള്ള വീണ ജോർജിന്റെ മീറ്റിംഗ് മാറ്റിവെപ്പിച്ചത്. ഇപ്പം അങ്ങനെ നടന്നാൽ അത് സമരം ഇവിടെ നടക്കുകയാണ്. നമ്മുടെ പിന്തുണയോടുകൂടി ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു. അപ്പം ഇപ്പോൾ വീണയെ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊരു ക്ഷീണമാണ്. പിണറായി സർക്കാരിനൊരു മേന്മ കിട്ടും. അത് വേണ്ട. അതുകൊണ്ടാണ് വീണ ജോർജ് പറഞ്ഞത് ഞങ്ങൾ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ഈ ചർച്ച നടത്തുന്നവര് മന്ത്രി വീണയെ ചൊറിഞ്ഞാൽ കിട്ടുന്നൊരു സുഖം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു MLA മന്ത്രി ആയിപ്പോയില്ലേ, എങ്ങനെ ഞങ്ങൾ സഹിക്കരുത്. പിന്നെ ചില അന്തിച്ചർച്ച വിശാരദന്മാർ വന്നിട്ട് അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കും. അതിൻ്റെ അകത്ത് ചില മുൻ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഈ അന്തിച്ചർച്ചയിൽ കാണുമല്ലോ. പിന്നെ മറ്റേ വക്കീൽ, പിന്നെ ഭാഗവതർ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പണിക്കന്മാരും അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ. അവർക്കെല്ലാം ഒന്ന് ആഘോഷിക്കുകയും ചെയ്യാം, വീണയൊന്ന് ചൊറിയാം. ചർച്ച എങ്ങനെയാ പോകുന്നത്? ദില്ലിയിൽ ചെന്നിട്ടും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതൊരു പരാജയമല്ലേ? അടിയിൽ കൂടെ പാരമെടുത്ത് മീറ്റിംഗ് മാറ്റിവെപ്പിച്ചിട്ടാണ് പറയുന്നത് ചർച്ചയിൽ പങ്കെടുത്തിട്ട്. നാണക്കേടായില്ല കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രി ദില്ലിയിൽ പോയിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായില്ലേ? ഈ വഴിക്കായിരിക്കും വൈകിട്ട് അന്തിച്ചർച്ചകൾ നടക്കാൻ സാധ്യത. എന്തായാലും ചർച്ച നടക്കട്ടെ. അസൂയയും കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും മുന്നോട്ട് വയ്ക്കോട്ടെ. അത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങളുടെ സംസ്കാരം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേരളം മുന്നോട്ട് പോകും, LDF സർക്കാർ മുന്നോട്ട് പോകും, കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതാണ് അതിൻ്റെ രീതി, അതിൻ്റെ പോക്കും അങ്ങനെയൊക്കെ തന്നെയാണ്.